നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയി 2 ദിവസം. മുറിപ്പാലത്തടി മാടന്തപുരം ക്ഷേത്രത്തിൽ നിരവധി സ്ത്രീകൾ പൊങ്കാലയിട്ടു. ശരിക്കും നമുക്ക് ഭക്തി ആറ്റുകാലമ്മയുടെ ഒരു ശക്തി തിരിച്ചറിയുന്ന ഒരു സമയമാണിത്. ഞാൻ 63 വർഷമായിട്ട് ഇവിടെ ജീവിച്ചിട്ട് എനിക്ക് ഒരിക്കൽ പോലും ഇങ്ങനെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പൊങ്കാല സമയത്ത് അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അവിടെ ഇപ്പോൾ ഇന്നലെ പിന്നെ KTDCയുടെ അടുത്തുള്ള ഡൈമോറ എന്ന് പറഞ്ഞ ഹോട്ടല് നമ്മുടെ മകൻ ബുക്ക് ചെയ്ത് തന്നു. സ്വാമി ഇവിടെ നിന്ന് അങ്ങോട്ട് രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അഭിലാഷ് ബാലകൃഷ്ണൻ, നമ്മുടെ ഡയമണ്ടിൻ്റെ പരസ്യമൊക്കെ ചെയ്യുന്നില്ലേ അദ്ദേഹം. അപ്പോൾ ഞാൻ അവിടെ താമസിച്ച് രാവിലെ ടീച്ചറിന് അവിടെ പൊങ്കാലയ്ക്ക് ഉണ്ടാക്കി നടന്നു വന്നു. അപ്പോൾ ഭക്തിയുടെ ഒരു സ്ത്രീകളുടെ ഒരു ദുഃഖങ്ങൾ സമർപ്പിക്കുന്ന സ്ത്രീകൾ ആറ്റുകാലമ്മയുടെ കാലിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഭക്തി എന്തെന്ന് പറഞ്ഞാലും ഈ ലോകത്ത് ദൈവമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് തോന്നുന്ന ഒരു പുച്ഛമാണത്. എത്ര ദൈവമില്ല എന്ന് പറഞ്ഞാലും ദൈവികമായ ഒരു ശക്തിയും അനുഗ്രഹവും ഉണ്ടെന്ന് ഞാൻ പൊങ്കാല കലങ്ങൾക്കിടയിലൂടെ നടന്നു വന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു നിർവൃതിയുണ്ട്. എന്തൊരു തീ കായുന്ന വെയിലിൽ പോലും അവർ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന, ഇല്ലെങ്കിൽ തൻ്റെ ദുഃഖദുരിതങ്ങൾ മുഴുവൻ തൻ്റെ ഭർത്താവിൻ്റെ, വിശ്വാസമില്ലാത്ത ഭർത്താക്കന്മാരുടെ, വിശ്വാസമില്ലാത്ത മക്കളുടെയൊക്കെ മനസ്സു മാറാനും ദുഃഖദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും ആറ്റുകാലമ്മയ്ക്ക് വർഷത്തിലൊരിക്കൽ പൊങ്കാല സമർപ്പിക്കുന്നത് അത് അവരുടെ ഒരു ഉത്സവമാണ്. എന്നിട്ട് വഞ്ചൂരൊരു ഭാഗത്തൊരു വക്കീൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന അവരെ വീട്ടുമുറ്റത്ത് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആ പൊങ്കാലക്കലം കാറ് കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ചു. അവരെന്നെ വിളിച്ചിരുന്നു. എന്തൊരു കഷ്ടമാണ്. അദ്ദേഹം മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞു എന്ന്. ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? ആ പൊങ്കാലയിട്ട സ്ത്രീകളുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ചുപോലെ 2 സ്ഥലത്തങ്ങാണ്ട് ബേക്കറി ജംഗ്ഷനിലും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കേട്ടു. ഒന്ന്, പൊങ്കാലയുള്ള സ്ഥലത്ത് കൂടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വണ്ടികൾ കടത്തിവിടരുത്. കാരണം ഇതിന് പരമപുച്ഛത്തോടെ വീക്ഷിക്കുന്ന ചിലരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മജീഷ്യൻ സാമ്പ്രാട്ട് എന്ന് പറഞ്ഞ ഒരാൾ, കപട വേഷവും മാന്ത്രിക വേഷവും ചെകുത്താൻ്റെ രൂപവും മനസ്സുമൊക്കെ ആയിട്ട് ചെകുത്താനായിട്ടാണ് പുള്ളി സ്വയം പറയുന്നതൊക്കെ വന്ന ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ഉപാസകരെയും സന്യാസിമാരെയൊക്കെ ആക്ഷേപിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാത്ത ഒരു മൃഗതുല്യനായ മനുഷ്യൻ. നിങ്ങളൊക്കെ സ്വാമിമാരെന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹമല്ലേ ജനങ്ങളെ പറ്റിക്കുന്നത് കപടത കാണിച്ച്? അദ്ദേഹം സൗജന്യമായിട്ട് വല്ലതും ചെയ്തു? ഇതിനേക്കാൾ ബിരുദ താന്ത്രിക അങ്ങളൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ മജീഷ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ കാലത്തിൻ്റെ വെനുകൾ ക്യാമറയും ചിലരൊക്കെ അതിൽ നിന്ന് മറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് ബാക്കി വന്നവരൊക്കെ കിടപ്പുണ്ട് ഇതുപോലെ. അവരൊക്കെ ഈ ആറ്റുകാൽ പൊങ്കാല പോലുള്ള, ഇല്ലെങ്കിൽ കരിക്കം ക്ഷേത്രത്തിലെ പൊങ്കാല പോലുള്ള ജനലക്ഷങ്ങൾ, ജനകോടികൾ അഭയം പ്രാപിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കണം. ഞാനിത് പറഞ്ഞു എന്നുള്ളൂ. എന്തൊരു നീചമായ മനുഷ്യരാണ് ഓരോ വിശ്വാസ പ്രമാണങ്ങളെ തച്ചുടച്ച് കളയുന്നത്. ഞാനതും കഴിഞ്ഞിട്ട് ടീച്ചർ വന്നപ്പോൾ ഉത്സവം 3-4 മണിയായി. പൊങ്കാല കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിക്കുകയാണോ, സ്വാമി ഫ്രീ ആണോ? ഞാൻ പറഞ്ഞോളൂ. അവരുടെ സ്വരത്തിൽ തന്നെ അറിയാം ദുഃഖങ്ങളാണ്. ഞാനെപ്പോഴും തമാശയായിട്ട് പറയുന്ന പോലെ ലോട്ടറി അടിക്കുന്നവരാരും എന്നെ വിളിക്കാറില്ലല്ലോ. പക്ഷെ ഞാൻ നിശബ്ദനായി നിശ്ചലമായി പോയി, ഒന്നും തിരിച്ചും പറയാൻ മനസ്സില്ലാതെ. ചുറ്റും ഞാനിരിക്കുന്നതിൻ്റെ 4 ചുറ്റും പൊങ്കാലക്കലുടെ പുകകളിങ്ങനെ ഉയരുന്നു. ആഘോഷ തിമിരുകൾ കേൾക്കുന്നു, വെടിക്കെട്ടുകൾ കേൾക്കുന്നു, മണിനാദങ്ങൾ കേൾക്കുന്നു. ഉത്സവസാന്ദ്രമായ അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ കണ്ണീരാണ്. കണ്ണീരെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും. അവരവരുടെ സഹോദരന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. കാരണം അവരുടെ സഹോദരൻ വളരെ കാലം വിദേശത്തായിരുന്നിട്ട് ധാരാളം പണം സമ്പാദിച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് കൊടുത്തു. പെൺമക്കളാണ്, 2 പെൺമക്കളാണ്. ഒരാൾ ബാംഗ്ലൂരിലെങ്ങാണ്ടാണ്, ഒരാൾ ഇവരുടെ കൂടെ എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഈ സഹോദരി വിളിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ സഹോദരന് വേണ്ടി സംസാരിക്കാനാണെങ്കിൽ സഹോദരൻ വിളിക്കാൻ പറയൂ. നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? നമുക്കൊരു രോഗം വന്നാൽ നമ്മളല്ലേ ആശുപത്രിയിൽ പോകേണ്ടത്? പകരം രോഗിയായ മനുഷ്യൻ്റെ സഹോദരങ്ങളോ രോഗിയായ മനുഷ്യൻ്റെ സുഹൃത്തുക്കളോ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ആർക്കാണോ വിഷയം സംസാരിക്കൂ. ഉണ്ടെങ്കിൽ തന്നെ നേരിട്ടിൽ വന്നാൽ തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമി ഇതൊന്ന് കേൾക്കണം.
അവൻ വരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അവൻ എൻ്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. അവന് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, 2 പെൺമക്കളിൽ ഒരു മകളുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പോലും പൊങ്കാലയിടാൻ പോയില്ല. ഞാൻ എല്ലാ വർഷവും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല എടുക്കുന്നതാണ്. എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ സഹോദരൻ, ഞാൻ അവനെ എൻ്റെ വീട്ടിലാണ്. എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളാണ്. എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്, അദ്ദേഹത്തിന് 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. എൻ്റെ മക്കൾ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നവരാണ്. ഞാൻ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇടാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു അതെന്താ ഇടാത്തത്? അപ്പോൾ പറഞ്ഞു എൻ്റെ സഹോദരൻ പാവമാണ് സ്വാമി, അവർ കരയുകയാണ്. ഞാൻ പറഞ്ഞു പറയൂ, നിങ്ങൾ കരയാതിരിക്കൂ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയല്ലേ, സ്ത്രീകളുടെ കണ്ണീരിന് ശമനമുണ്ടാക്കുന്ന ആറ്റുകാലമ്മയുടെ ആ ഭക്തിസാന്ദ്രമായ ദിവസം നിങ്ങൾ കരയാതിരിക്കൂ. ഇല്ല സ്വാമി, എനിക്ക് കരയാതിരിക്കാൻ കഴിയില്ല, എൻ്റെ സഹോദരൻ ഇന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഞാൻ അവൻ്റെ അടുത്തിരിക്കുവാണ് സ്വാമി. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാഹോദര്യത്തിൻ്റെ മൂല്യങ്ങളില്ലാത്ത ഈ കാലത്ത് ഭർത്താവും ബുദ്ധിമുട്ടും മക്കളും ഒക്കെ പ്രയാസമായിട്ട് ജീവിക്കുമ്പോഴും അഭയം തേടി വന്ന സഹോദരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെന്നെ വിളിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനാണ്? സ്വാമി ഒരു 5 മിനിറ്റ് സ്വാമി എന്നെ ഒന്ന് കേൾക്കണം. ഞാൻ പറയൂ. ഞാൻ പറഞ്ഞു ഇപ്പോൾ സഹോദരൻ എങ്ങനെ? കുഴപ്പമില്ല സ്വാമി, ഞാൻ അവൻ കയറ് മുറുകുന്നതിന് മുമ്പ് അവനെ രക്ഷപ്പെടുത്തി. പക്ഷെ ഒരു കണക്കിന് അവൻ മരിക്കുന്നതാണ് സ്വാമി നല്ലത്. ഞാൻ ചെന്താണ്? അപ്പോഴാണ് ആ അമ്മ അല്ലെങ്കിൽ ആ സഹോദരി എന്നോട് പറയുന്നത്, ഇന്നലെ നടന്ന സംഭവമാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു. അവിടെ നിന്ന് പണമൊക്കെ ഉണ്ടാക്കി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. ഭാര്യയുടെ വസ്തുവിൽ ഒരു വീട് വെച്ചു. 11 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക്. അപ്പോൾ ഭാര്യയുടെ സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ സഹോദരൻ വിദേശത്തുണ്ടായിരുന്നു, അയാളിഞ്ഞ് പോന്നു. ഇവരെന്തോ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി, സാമ്പത്തികമായി അങ്ങോട്ട് രക്ഷപ്പെട്ട് തുടങ്ങി. സഹോദരൻ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള സഹോദരനല്ല, മുറയായിട്ട് വരുന്ന സഹോദരനാണ്. നാട്ടുകാർ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പല കഥകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും തൻ്റെ ഭാര്യയോടുള്ള അമിതമായ വിശ്വാസം കൊണ്ട് ഇയാളിതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. പക്ഷേ ഇയാൾക്ക് പെട്ടെന്ന് അവിടെ കൊറോണ കാലമായപ്പോൾ വിദേശത്തെ ജോലിക്കൊക്കെ ബുദ്ധിമുട്ട് വന്ന് നാട്ടിൽ വരേണ്ടി വരികയും ഇവിടെയൊക്കെ പലയിടത്തും ജോലിയായിട്ടൊക്കെ നിന്നെങ്കിലും അതൊന്നും നിലനിർത്താൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ വീട്ടിൽ നിൽക്കേണ്ടി വരുമ്പോൾ, വീട്ടിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ജോലിക്കൊന്നും പൊക്കൂടെ, അസ്വസ്ഥതകൾ തുടങ്ങി. പണമില്ലാത്ത ഭർത്താവിനെയോ പണമില്ലാത്ത സഹോദരനെയോ ഒന്നും ഉൾക്കൊള്ളാൻ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അരിയുടെ വിലയും കറണ്ടിൻ്റെ വിലയും കുളിക്കുന്ന വെള്ളത്തിൻ്റെ വിലയും ഒക്കെ കണക്ക് പറയുന്ന ഒരുപാട് സഹോദരിമാരെ എനിക്ക് നന്നായിട്ടറിയാം. സാമ്പത്തികമായി പ്രയോജനമില്ലാതെ വന്നാൽ സഹോദര സ്ഥാനങ്ങളെ തള്ളിപ്പറയുന്ന ഒരുപാട് പേർ. എന്താണ് ഇവർ ജീവിതത്തിൽ നേടുന്നത്? അവർ മക്കളിൽ നിന്ന് അവർക്ക് അനുഭവിക്കാൻ വേണ്ടി വരികയോ, കൊച്ചുമക്കളിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വരികയോ, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെങ്കിലും ഇവർ ഇതൊക്കെ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ പറയുകയാണ്. എന്തായാലും ആ മുറയിലുള്ള സഹോദരൻ അവൻ സഹോദരനല്ല എന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കാണാൻ പാടില്ലാത്ത ചില ബന്ധങ്ങൾ അദ്ദേഹം കണ്ടു. അതിൻ്റെ പേരിൽ കശപിശകൾ ഉണ്ടായി വീട്ടിൽ. മകൾ ധിക്കാരപരമായി പറഞ്ഞു, അച്ഛനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കഴിയാം, ഇല്ലെങ്കിൽ പൊക്കോണം ഇവിടുന്ന്, നിങ്ങൾക്ക് ചെലവ് തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതുവരെ താൻ പോറ്റി വളർത്തിയ ഭാര്യയും മകളും മുറയിലുണ്ടായൊരു സഹോദരനും ചേർന്ന് ഇദ്ദേഹത്തിനെ ആക്ഷേപം ചൊരിഞ്ഞപ്പോൾ ഇദ്ദേഹം സ്തംഭിച്ചു പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്നോട് പറയുന്നത്, ആ സ്ത്രീ പറഞ്ഞത്, സ്വാമി കരിക്കം ക്ഷേത്രത്തിൻ്റെ, ഞാൻ ആറ്റുകാലമ്മയുടെ അടുത്ത് പോകുന്ന ആളാണ്, കരിക്കം ക്ഷേത്രത്തിൻ്റെ തിളച്ച എണ്ണയിൽ ഞാൻ കൈമുക്കി പറയാം, അവൾ അവിടെ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, അവൾക്ക് ഞാനല്ലാതെ മറ്റൊരാളുമായിട്ട് ബന്ധമില്ല എന്ന് പറയട്ടെ. ഇത് ആലോചിച്ച് നോക്കൂ, ഞാൻ തിളച്ചെണ്ണയിൽ എൻ്റെ 2 കൈയും മുക്കാം, ഞാൻ അവളല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, പക്ഷേ അവളത് പറയണം, ഹിതമല്ലാത്ത ബന്ധം. ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ടു, ഇവിടെ വന്നു. ഇപ്പോഴുള്ള അവസ്ഥ, ഇദ്ദേഹം തൂങ്ങി മരിക്കാനുള്ള കാരണം ഈ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ, ആ മനുഷ്യൻ തൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയുമായിട്ട് ഹിതമല്ലാത്ത ബന്ധം,
ഈ മനുഷ്യൻ്റെ ഭാര്യയുമായി ഹിതമില്ലാത്ത ബന്ധമുണ്ടാക്കിയ ആ സ്ത്രീ, ഇവരൊക്കെ അമ്മമാരാണോ? ആ സ്ത്രീ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഞാനിങ്ങനെ ഉള്ള ഒരു സ്ത്രീയെ എനിക്കറിയാം. അങ്ങനെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അതിദാരുണമായി ആ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തകർന്ന്, ചിട്ടിയുമൊക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ തകർന്ന്, കാറുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നാട്ടുകാർ എടുത്തുകൊണ്ട് പോയി, ഒരുപാട് കേസുകളിൽ പ്രതിയായി. അവസാനം ആ പെൺകുട്ടി, ഈ ഭർത്താവ്, ഈ മകൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഒരു മൂല്യമാണ്. വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ മനുഷ്യൻ അറിയേണ്ടത്. താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ബന്ധങ്ങളൊക്കെ വരും. അതൊക്കെ മനസ്സിൻ്റെ ഉള്ളറയിലെങ്കിലും അതിലൊരു നന്മ സൂക്ഷിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന, ഇല്ലെങ്കിൽ വന്നു ചേർന്നിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ എന്തൊരു കഠിനമാണ്. ആ സ്ത്രീ, എനിക്കറിയാവുന്ന ആ കുടുംബം മുഴുവൻ ശിഥിലമായി. ആ മകളുടെ മകൻ അങ്ങനെ കല്യാണം നടത്തിയ ഈ അമ്മയായിട്ട് സൗഹൃദമുണ്ടായിരുന്ന ആ മകളെ കല്യാണം കഴിച്ച ആ അടുത്ത തലമുറയിലെ പിള്ളേരൊക്കെ ഗുണ്ടകളുമൊക്കെ ആയിട്ട് മയക്കുമരുന്ന് കേസിനൊക്കെ അടിമയായി നശിച്ചു പോയ ഒരു ചരിത്രം എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ആ സഹോദരനെ സംരക്ഷിക്കൂ. എനിക്ക് എൻ്റെ കാലം വരെ നോക്കാം സ്വാമി, ഞാനും വളരെ ബുദ്ധിമുട്ടിലാണ്, ഈ വീടൊക്കെ കടത്തിലാണ്. എന്നാലും എനിക്ക് അവനെ വെളിയിൽ ഇറക്കി വിടാൻ പറ്റൂ. എൻ്റെ ഒരു സഹോദരനായിട്ട് അവനെ ആയ കാലത്ത് എന്നെ ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചതാണ്. അവനന്ന് വരെ അതൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ അവന് പോകാനൊരിടമില്ല സ്വാമി. സ്വാമിയുടെ ആശ്രമത്തിൽ മറ്റാരെങ്കിലും ഇല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് കിടന്നോട്ടെ. അപ്പോൾ എൻ്റെ ആശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം, കാന്തല്ലൂർ ആശ്രമത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അവിടെ അങ്ങനെ ഉഗ്രമൂർത്തികളുടെ പ്രത്യങ്കരാദേവിയും വാർത്താളിയും ഭദ്രകാളിയും ഒക്കെ വലിയ ശിവലിംഗമൊക്കെ ഉള്ളതാണ്. അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റില്ല. അതുമല്ല, സ്ത്രീകൾക്ക് 7 മണിയായാൽ, ഞാനും ടീച്ചറും തന്നെ വല്ലപ്പോഴും ഹോട്ടൽ മുറികളാണ് പോയി കിടക്കുന്നത്. അവിടെ താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അടച്ചിടുകയാണ് പതിവ്. വല്ലപ്പോഴും പോയി തുറക്കാറ് മാത്രമേ ഉള്ളൂ. പൂജയുള്ള അമാവാസികളിലൊക്കെ ചെന്നിട്ട് ഞാൻ പരിഹാര കർമ്മങ്ങളും ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഒന്നാമത് ശത്രുതാ സംഹാര ദേവിയാണ് പ്രത്യങ്കരാദേവി. എന്നാലും ഞാൻ പറഞ്ഞു, അവിടത്തേക്ക് ഇദ്ദേഹത്തിന് ആത്മീയമായ ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ രഘുപിള്ള അവിടെ പോയി താമസിക്കുന്ന സമയത്താണെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കുക. അങ്ങനെ ചിലർ വന്ന് താമസിച്ചിട്ട് പോകും. പക്ഷേ ആരും അവിടെ കണ്ടിന്യൂ ചെയ്ത് കിടന്നിട്ടില്ല. പരീക്ഷിക്കാനായിട്ട് വന്ന് കിടന്നവരൊക്കെ ഉണ്ട്. എന്നാലും നമുക്കതിനകത്ത് ഞാനവിടുത്തെ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ എന്തോ ഒരു ശക്തി ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു കാണാനായിട്ട്. പക്ഷേ എൻ്റെ വാഹന തടസ്സം കാരണം അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. ആ സ്ത്രീ പറയുന്നത്, ഈ മനുഷ്യൻ, മറ്റേയാൾ ഈ മകളെ കല്യാണം കഴിക്കും. ഒന്ന് ആലോചിച്ച് നോക്കും. എന്തൊരു നീചമായ കർമ്മമാണ്. ഒന്ന് ഈ പെൺകുട്ടി ഒന്ന് മനസ്സിലാക്കണ്ടേ, അല്ലേ? അച്ഛനെ ഇറങ്ങിപ്പോകാൻ, അച്ഛനുണ്ടാക്കിയ സ്വത്താണ്, അച്ഛനെ ഇറങ്ങിപ്പെട്ടു. എന്നിട്ട് അമ്മയുമായിട്ട് ആവശ്യമില്ലാത്ത സൗഹൃദമുള്ള ആ മനുഷ്യനെ ഈ പെൺകുട്ടി കല്യാണം കഴിക്കുന്നു. ആ പെൺകുട്ടിയുടെ ചരിത്രമൊന്നും നമുക്ക് അന്വേഷിക്കാനോ കണ്ടുപിടുത്താനൊന്നും പറ്റില്ല. സഹോദരി പറഞ്ഞു, സ്വാമി എന്തെങ്കിലും ഉപായം ചെയ്ത് ആ ബന്ധം നടക്കരുത് സ്വാമി. മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ വളരെ മോശമാണ്. ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ ജീവിതം മുഴുവൻ തകരും. ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിധിയെ തടുക്കാൻ വിധികർത്താവിന് പോലും പറ്റില്ല, പാടില്ല, കഴിയില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ ഇത് നമ്മൾ അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള അമ്മമാരുണ്ടോ? അല്ല, എനിക്ക് അത്ഭുതം തോന്നുവാണ്. ഇങ്ങനെയുള്ള അമ്മമാരുണ്ടോ? ഭർത്താവുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കുക, എന്നിട്ട് അവരെ കുടുംബത്തിൽ മുറയിൽ സഹോദരനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരാളുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധമുണ്ടാക്കുക, എന്നിട്ട് മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, സ്വത്തും പണവും എല്ലാം ഉണ്ടാക്കിയ ഭർത്താവിൻ്റെ സ്വത്തും പണമെല്ലാം തൻ്റെ പറമ്പിൽ വെച്ച വീടായതുകൊണ്ട് അയാളെ പുറത്താക്കുക. അയാളൊരു ഉപകരണത്തിൽ ഭാഗ്യവാനാണ്. എന്താണ്? ഒരു സഹോദരിയെങ്കിലും സ്നേഹിക്കുന്നവരുണ്ടായല്ലോ. ഇപ്പം ഞാൻ ആ അവസ്ഥകളൊക്കെ കടന്നു വന്നതാണ്. എൻ്റെ ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന ബുക്കുകൾ വായിച്ചാൽ ഞാൻ ഇത്തരം മേഖലകളിലൊക്കെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഓരോ വീട്ടിൽ നിന്നും ചെന്ന് കിടക്കും. രാവിലെ ആകുമ്പം, ശരി സ്വാമി പോകാൻ ഇവിടെ പറ്റൂല, കാരണം ഇറക്കി വിടാൻ പറയുന്ന പാകത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈശ്വരൻ താങ്ങും. ഈശ്വരൻ നമ്മളെ വിളിച്ചുണർത്തി കൈപിടിച്ച് നടത്തും. സത്കർമ്മങ്ങൾ ചെയ്യണം. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇല്ലേ? ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ടുള്ളത് തന്നെ ഈശ്വരനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ എവിടെങ്കിലും നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്തും. എന്തായാലും ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ ഇനിയും താല്പര്യമുണ്ട്. ഈ മകളെ മറ്റേയാൾ കല്യാണം കഴിച്ചാൽ
ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയും മകളുമായിട്ട് ബന്ധമുള്ള ഒരാൾ, അവൻ എന്തൊരു മനസ്സാക്ഷിയാണുള്ളത് ഇല്ലേ? ഒരു സ്ത്രീയുമായിട്ട്, ഇനി ഭർത്താവുള്ള സ്ത്രീയാണെങ്കിൽ പോലും ഒരു സൗഹൃദം ഉണ്ടായിന്ന് വെക്കുക, സാഹചര്യങ്ങൾ അങ്ങനെ ബന്ധം ഉണ്ടായിന്ന് വെക്കുക. പക്ഷേ ആ ബന്ധത്തിനപ്പുറം ഭർത്താവിനെ അവർ അടിച്ചു കളഞ്ഞു എന്നും വെക്കുക. ഈ നശിച്ചു പോകുന്ന ശരീരത്തിന് തോന്നുന്ന ഭ്രമാത്മകമായ അവസ്ഥയിൽ എല്ലാ മൂല്യങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട്, എല്ലാ മൂല്യങ്ങളും തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഇതൊക്കെയാണ് ഭൗതികമായ സുഖങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ. എനിക്കിതൊന്നുമല്ല, ഇതിനകത്ത് ഞാൻ ഓരോ ദിവസം കേൾക്കുന്ന കഥകൾക്കകത്ത് എന്തു പരിഹാരമാണ് നമുക്കുള്ളത്. എനിക്ക് ആ പെൺകുട്ടിയോടാണ് തോന്നുന്നത്. ആ പെൺകുട്ടി എന്തൊരു സ്വന്തം അമ്മയായിട്ട്, അവ പറഞ്ഞു ഇങ്ങനെ അമ്മയായിട്ട് ബന്ധമുണ്ടെന്ന്. ഈ സഹോദരി വിളിച്ചു ആ പെൺകുട്ടിയെ, നീ എന്താണ് ചെയ്യുന്നത്? നിൻ്റെ അമ്മയെക്കുറിച്ചും അയാളെക്കുറിച്ചുള്ള മോശമായ കഥകൾ ഈ നാട്ടിൽ മുഴുവൻ പാട്ടാണ്, അതെൻ്റെ അച്ഛൻ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അയാൾ അതിനപ്പുറവും പറയും. എന്നാലോചിച്ച് നോക്കൂ, സ്വന്തമായി. കാരണം പണത്തിൻ്റെ സ്വാധീനം, ആ അമ്മയുടെ സ്വാധീനം, ആ സ്വാധീനം കൊണ്ട് സ്വന്തം മകൾ പറയാണ് ബാസ്റ്റഡ് എന്നാണ് പറഞ്ഞെന്താ പറയണത്. അയാളൊരു ബാസ്റ്റഡാണ്, അയാൾ എൻ്റെ അച്ഛനായിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ല, അയാളുടെ രക്തമാണേ അല്ലേ, അയാളുടെ രക്തമാണല്ലേ, പിന്നെ അയാളുടെ ഊർജ്ജമാണല്ലോ ഇതൊക്കെ, ഊർജ്ജം കൊണ്ട് ഇത്രയൊക്കെ സംസാരിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. ഇയാളെൻ്റെ അച്ഛനല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അച്ഛനല്ല എന്ന് പറയാനുള്ള ഊർജ്ജം ഉണ്ടാക്കി കൊടുത്ത ആരാണ്? ആ സമ്പത്ത്, ആ ഊർജ്ജം ഉണ്ടല്ലോ നമ്മൾ നാവിൽ നിന്ന് ഇങ്ങോട്ട് ബോധത്തിൽ നിന്ന് വന്നിങ്ങനെ പറയാൻ. ഇവരെല്ലാം അനുഭവിക്കാൻ പോകുന്നത് എന്താണോ? മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന, മാതാപിതാക്കളെ നോക്കാത്ത, മാതാപിതാക്കളുടെ അവസാന കാലം, ആ ദുരിതപ്പെട്ട് കിടക്കുന്ന കാലത്ത് അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്ത, അവരുടെ വേദനകളിൽ ഒരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ അവരെ സംരക്ഷിക്കാത്ത മക്കൾ, അങ്ങനെ ആയിരിക്കുമല്ലോ. ആ മക്കൾക്ക് വരാൻ പോകുന്നതാണ്. ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന മറ്റൊരു വിഷയമുണ്ട്. ഒരാൾ രണ്ട് മക്കളാണ്. അതിൽ ഈ അച്ഛനും അമ്മയും ആ സഹോദരൻ നോക്കുകയേയില്ല, തിരിഞ്ഞു പോലും നോക്കൂല. അവസാന കാലം ആ അമ്മയും അച്ഛനുണ്ട്, ഈ മകൾ പക്ഷേ നല്ല പോലെ നോക്കും, നല്ല പോലെ ഈ അച്ഛനമ്മമാരെ നോക്കും. അവരുടെ ഇല്ലായ്മയിലും ഒക്കെ തന്നെ, ഞാൻ പേരാ പറയുന്നില്ല, അവളൊരു നല്ല കുട്ടിയാണ്. ഈ അച്ഛനെയും അമ്മയെയും നല്ല പോലെ നോക്കും. അങ്ങനെ നോക്കി അമ്മ മരിച്ചു. അമ്മ മരിക്കുമ്പോൾ ഈ മകനെ വിളിച്ചിട്ട് പോലും ആ അവസാന കാലമൊക്കെ ഏതും, ഇനി എത്ര അമ്മമാർ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, അതുപോലും അതൊക്കെ അമ്മമാരല്ലേ. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്നൊക്കെ പഴയ ആൾക്കാർ പറയില്ലേ. ചില കോഴിക്കുഞ്ഞുങ്ങൾ കൊച്ചു കോഴിക്കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂർത്ത കാലുകൾ കൊണ്ട് ചിലതൊക്കെ ഈ വിരലിൻ്റെ അടിയിലായാൽ പോലും കരഞ്ഞുകൊണ്ട് ഒന്ന് കുടഞ്ഞ് എഴുന്നേറ്റ് പോകും. അങ്ങനെ അവസാന കാലത്ത് അത് തിരിഞ്ഞു നോക്കിയില്ല. ആ അമ്മ മരിച്ചു. അമ്മ മരിച്ചിട്ട് ആ മകൻ്റെ മക്കൾ, 2 മക്കളുണ്ട്. ആ മക്കളിൽ നിന്ന് ആ വിരഹം, ആ വേദന, മക്കളുടെ വിവാഹ ജീവിതത്തിലുണ്ടായ പാകപ്പിഴകൾ, താളപ്പിഴകൾ, ആ കുടുംബം ഉജ്ജ്വലമായി ജ്വലിച്ചു നിന്ന ആ കുടുംബം ഒരു നിമിഷം കൊണ്ട് തകിടം പറഞ്ഞ് കാരണം ഈ ദുഃഖം അമ്മയുടെ ശാപം കിടക്കുകയില്ലേ, മാതൃശാപങ്ങളും പിതൃശാപങ്ങളും. ഒരു കാലത്ത് 3ാം തലമുറ ആ ദുഃഖം മുഴുവൻ കൊടുത്ത് നമ്മൾ എന്താണ് നേടുന്നത്? നമ്മളാണ് അധികായമായ എല്ലാം, നമ്മൾക്കപ്പുറത്തേക്ക് ഭൂമിയിലൊന്നുമില്ല, ഞാനാണ് സമ്പത്ത്, ഞാനാണ് ഭാഗ്യവാൻ, ഇതൊന്നുമല്ല എന്നും ഒരു പനി വന്നാൽ തീരുന്ന, അല്ലെങ്കിൽ നീ നിൻ്റെ കർമ്മങ്ങളിൽ എവിടെങ്കിലും മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കർഹതയില്ലാത്ത എന്തെങ്കിലും നീ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ, നീ ഒരാളുടെ സഹായം തേടിയതിന് ശേഷം അയാളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാളുടെ വളർച്ചയിൽ അസൂയാലുക്കളായി തോന്നിവ അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ അസ്ത്രമായി തിരിച്ചു വരും. നമ്മളൊരിക്കൽ ഒരാളോട് പറഞ്ഞാൽ വില്ലിൽ നിന്ന് പോകുന്ന അസ്ത്രം അല്ലേ, നാവിൽ നിന്ന് പോകുന്ന വാക്കുകൾ, ഇത് രണ്ടും തിരിച്ചെടുക്കാൻ പറ്റൂല അല്ലേ. ശപിച്ച് നീ നശിച്ചു പോകും. അല്ലെങ്കിൽ അവനെ അസൂയ കൊണ്ട് സഹിക്കാൻ പറ്റാതെ തന്നെക്കാൾ മറ്റേയാൾ തന്നെക്കാൾ വളരുന്നു, തന്നെക്കാൾ സമ്പത്തുണ്ടാക്കുന്നു, അധികായകനായി വളരുന്നു, അവൾ ഇങ്ങനെ ജീവിക്കുന്നു, അവൾക്ക് എന്ത് യോഗ്യതയാണ് അങ്ങനെ ജീവിക്കാൻ എന്നൊക്കെ വിചാരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. എനിക്കറിയാവുന്നൊരു സ്ത്രീയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റില്ല ഒരാളെ വളർച്ച. അവർ രാവിലെ എഴുന്നേറ്റാൽ ഒരു ഫോൺ ഇങ്ങനെ എടുക്കും. ആ ഫോണുമായിട്ടൊരു ബന്ധമില്ല. മനുഷ്യരപ്പുറത്ത് വേണ്ട, ഇങ്ങനെ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, സ്വാമി നമുക്ക് സഹിക്കാൻ പറ്റണില്ല ഇങ്ങനെ 24 മണിക്കൂർ. അത് ഞാൻ പറഞ്ഞു, അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് നോക്കണം. അവർക്ക് മനസ്സിന് കിട്ടുന്ന സംതൃപ്തിയാണത്. എന്താണ്? തനിക്കെന്താണോ ആകാൻ കഴിയാത്തത്,
തൻ്റെ മക്കൾക്ക് എന്താണോ ആകാൻ കഴിയാത്തത്, തൻ്റെ പുത്രനും പുത്രിക്കും എന്താണോ ആകാൻ കഴിയാത്തത്, തൻ്റെ ഭർത്താവ് കാറിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അയാൾക്ക് സ്കൂട്ടർ പോലും ഓടിക്കാൻ അറിഞ്ഞൂടാ ഇല്ലേ? തൻ്റെ ഭർത്താവ് ഇംഗ്ലീഷ് പറയണമെന്ന് അവർ വിചാരിക്കണു, പക്ഷേ അയാൾക്ക് ABCD അറിയാൻ അറിഞ്ഞൂടാ. തൻ്റെ ഭർത്താവ് മദ്യപിക്കരുതെന്ന് വിചാരിക്കണു, അയാൾക്ക് മദ്യമില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ മനസ്സിലുണ്ടാകുന്ന വികലമായ ചിന്തകളും. അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം വേറൊരാൾ വിളിച്ചു, ഒരു പെൺകുട്ടി, ഒരു വക്കീലാണ്, അവർക്ക് ഇത്തിരി ഞാൻ പിണങ്ങിയാണ് വെച്ചത് ഫോണ്, അവർക്ക് ഭക്തിയാണ്. അവർ ഫോട്ടോ ഒക്കെ ഞാൻ നോക്കി, ഞാൻ വഴക്കിട്ട പിന്നെ എന്നോട് പിണങ്ങിയാണ് വെച്ചത്. ഞാൻ ചീത്ത പറഞ്ഞു. എന്തിനാണ്? രാവിലെ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമോ ലളിത സഹസ്രനാമോ ഇങ്ങനെ ഉറക്കെ വായിക്കും. അപ്പുറത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലേ അത്? അവരിത് ആദ്യം ബോധ്യപ്പെടുത്താനാണ് വായിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന മറ്റുള്ളവർ എന്നെ ശത്രുക്കളായിട്ട് ആക്രമിക്കാൻ വരുന്നതാണ്. അവരാക്രമിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ. ഇതൊക്കെ വായിക്കാൻ ഇങ്ങനെ മനസ്സിരുത്തി വായിച്ചാലും മൗനമായിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ പോലും, ടീച്ചർ നന്നായിട്ട് മൗനമായിട്ടിരുന്ന് ഇതെല്ലാം വായിക്കുന്ന ആളാണ്. നന്നായിട്ട് എന്നും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് അവർ നന്നായിട്ട് വായിക്കും. എനിക്കിതൊന്നും വായിക്കാനും അറിഞ്ഞൂടാ. ഞാൻ വായിച്ച അച്ചാന്ന് എഴുതി 5 അക്ഷരം തെറ്റ്, ബുക്കൊക്കെ 10-50 ബുക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കിതൊന്നും തെറ്റുകൂടാതെ വായിക്കാനൊന്നും മനസ്സിലാക്കാനൊന്നുമില്ല. തന്ത്രമന്ത്രാദികൾ എങ്ങനെയോ പകർന്ന് കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സംഭവങ്ങളൊക്കെ പറയും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവരോട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രശ്നങ്ങളാണ്. നീ അങ്ങോട്ട് കേട്ടോളൂ മൈക്കായിട്ടിരുന്നുണ്ട്. ഇവർ രാവിലെ എഴുന്നേറ്റിരുന്ന ആ പെൺകുട്ടി, ഞാൻ വഴക്ക് പിണങ്ങിയാണ് വെച്ചത്. നീ വിളിക്കണം, എനിക്ക് പിന്നെ വിഷമം വരും, കുറച്ച് ഞാൻ ഈ ചീത്തയൊക്കെ പറയും. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് മാനസിക രോഗം വല്ലതും ഉണ്ടോ? നിങ്ങളത് വായിക്കണ്ട. നിങ്ങൾ അടുത്ത വീട്ടിൽ കല്യാണം പോലും കഴിക്കാതെ രാവിലെ വിളക്കം കത്തിച്ച് വെച്ച് ഇതും ഇങ്ങനെ തുറന്നു വെച്ചു ഓറൊക്കെ വായിച്ചാൽ നാട്ടിൽ ചീത്ത പറയില്ലേ? ഇതൊന്നുമല്ല, ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആറ്റുകാലമ്മയ്ക്ക് ഭക്തസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ പുകച്ചുരുളുകളും അഗ്നിയുടെ ചൂടും, ആ അഗ്നിയേക്കാൾ 100 ഇരട്ടി ചൂടുള്ള വെയിലിൽ പോലും ആ വെയിലിൻ്റെ തീഷ്ണത അറിയാതെ, അപ്പം അങ്ങനെ നമ്മളൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ദൈവമില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒന്ന് നടന്നു പോകണം. ഞാനിന്നലെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നുപോയി. എൻ്റെ 63 വർഷമായി ഞാൻ 63 വയസ്സുള്ള ആളാണ്. ഈ തിരുവനന്തപുരത്ത് ജനിച്ച ആളാണ്. പൂജപ്പുരയിൽ ജനിച്ച ആളാണ്. ഇപ്പോൾ വെമ്പായത്താണ്, ചീച്ചാൻ്റെ വീട് പട്ടത്താണ്. വീടൊക്കെ വെച്ചിങ്ങനെ കഴിയുന്നുണ്ട്. മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ അവിടെ എല്ലാം തുറന്നു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പം ദൈവത്തിൻ്റെ ഭക്തി എന്താണ്? ദുഃഖങ്ങൾ കുറച്ച് തരൂ ദൈവമേ. നിങ്ങൾ സ്ത്രീകൾക്കുള്ള വലിയ പുണ്യം, നിങ്ങൾക്കൊരു അഭയകേന്ദ്രമുണ്ട്, അത് ആറ്റുകാലമ്മയാണ്. പുരുഷന്മാരുണ്ട്, അവിടെ കൊള്ളയടിക്കപ്പെട്ടു. നമ്മുടെ ശബരിമല ശാസ്താവിനെ കൊള്ളയടിക്കപ്പെട്ടു. കോടതി നിയമമല്ല, അവരെ വെറുതെ വിട്ടു. പക്ഷെ അവരെ വെറുതെ വിട്ടപ്പോൾ അവർ കാരാഗൃഹത്തിലാണെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു വാതിലെങ്കിലുമുണ്ട്. അവർ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്താണ്? വിസ്തൃതമായ ലോകത്തിൻ്റെ കാരാഗൃഹമുണ്ട്, മാനസിക സംഘർഷമുണ്ട്, മനസ്സിൻ്റെ കാരാഗൃഹമുണ്ട്. മനുഷ്യൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ, മനോദുഃഖങ്ങൾ ഒക്കെ കോടതി വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെങ്കിലും ഉറഞ്ഞു കിടക്കുന്ന താൻ ചെയ്തു പോയ തെറ്റ്, തിരിച്ചെടുക്കാൻ പറ്റാത്ത തെറ്റ്, താൻ ചെയ്തു പോയ അബദ്ധം, ഇതൊന്നും എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല, താൻ അപമാനിതനായി അല്ലേ? ആർക്ക് വേണ്ടി തോൽപ്പിക്കാൻ നിന്നാലും, എന്തൊക്കെ ചെയ്താലും, കൊള്ളയടിക്കപ്പെട്ടാലും, ഒരാളുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വേണ്ട. നല്ല വണ്ണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് നേരം ഉണർന്നിരിക്കാം ഇല്ലേ? നല്ലവണ്ണം ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം കാണും. പക്ഷേ ഇത് ഉറക്കം നടിക്കുന്ന ചില മനുഷ്യർ ഒന്നും അറിഞ്ഞില്ല. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവികമായ ഒരു ശക്തി ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിനുണ്ടെന്നും ആ പ്രപഞ്ചത്തിൻ്റെ ശക്തിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതെന്നും, നമുക്ക് മുമ്പേ ഈശ്വരൻ നടക്കുന്നുണ്ടെന്നും, നമ്മളൊരു അഗാധമായ കുഴിയിലേക്ക് വീണാൽ ഈശ്വരൻ കൈപിടിച്ചുയർത്തുമെന്നും, നിൻ്റെ പിന്നിലും നിഴൽ പോലെ ദൈവം പിന്തുടരുന്നുണ്ടെന്നും, നിൻ്റെ പാത തെറ്റുമ്പോൾ ആ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ഒരു ശ്രമം നടത്തും. പിന്നെയും നീ വീണ്ടും അഗാധമായ ഗർത്തത്തിലേക്ക് തന്നെയാണ് നിനക്ക് വീഴാൻ യോഗമുണ്ടെങ്കിൽ ദൈവം തിരിഞ്ഞടക്കുന്ന ഒരു കാലമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിവർന്ന് നടക്കുക, ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുക, ദൈവം തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക, നന്മകളെക്കുറിച്ച് ചിന്തിക്കുക ഇല്ലേ? നന്മകളെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് ആകെയുള്ളൊരു കുഴപ്പം, ഞാൻ ഇത്തിരി ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ അവിടെ പ്രാർത്ഥിക്കും, ഈശ്വര അവർക്ക് വേദന തോന്നരുത് എന്ന് പറയും. എനിക്കിപ്പം കണ്ണിന് ഞാൻ പറയില്ല, ഒരു പയ്യനെ രക്ഷപ്പെടുത്തിയപ്പോൾ എൻ്റെ കണ്ണിന് പ്രശ്നം വന്നു. എനിക്ക് മുംബൈയിൽ എടുക്കാനേ പറ്റില്ല. ഇപ്പോൾ 2 ആഴ്ചയായിട്ടാണെങ്കിൽ വീട്ടിലെ ലാൻഡ് ഫോണും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ അതുമില്ല. ഇനി അതെല്ലാം ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഇന്നലത്തെ ഭക്തിസാന്ദ്രമായ മനസ്സ്
ആറ്റുകാലമ്മയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. ഇനിയിപ്പോൾ കരിക്കകത്ത് ഉത്സവം തുടങ്ങുകയാണ്. അന്നത്തെ ആദ്യത്തെ ദിവസം എൻ്റെ ഹേമാംബിക മൂസിൻ്റെ പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ അത് അവിടെ അന്ന് എല്ലാ 36ാമത്തെ വർഷം എൻ്റെ ഹേമാംബിക മ്യൂസിക്സിൻ്റെ പഴമയുടെ പെരുമഴക്കാലം എന്ന് പറയുന്ന പഴയ വയലാർ ദേവരാജൻ, ശ്രീകുമാരൻ നമ്പിസാറിൻ്റെ പാട്ടുകളൊക്കെ വെച്ച് പ്രോഗ്രാമുണ്ട്. എല്ലാവരും ഞാൻ കരിക്കം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യത്തെ ദിവസമാണ്. ഇനിയും വിശേഷങ്ങളും വാർത്തകളോട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.